ഇതൊക്കെ എന്ത് മാനസ്ഥിതിയുള്ള ആൾക്കാരാണ്? മനോവൈകല്യമുള്ളവരാണോ? സംഘപരിവാർ അജണ്ട നടപ്പാക്കിയിരിക്കുന്നു മോഡിജി ആ ട്വീറ്റിൽ കൂടെ. സംഘപരിവാർ അജണ്ട വെച്ചിട്ടാണോ ഇവർ ഇത്രയും മനുഷ്യരെ അവരുടെ എന്തോ വേദം പറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നില്ല, കലിമ ചൊല്ലാൻ പറഞ്ഞ് അവരെ മുണ്ട് നോക്കി കൊന്നത് സംഘപരിവാർ അജണ്ടയായിരുന്നോ? ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ പ്രിയൻ? നമുക്ക് എല്ലാവർക്കും സഹോദരന്മാരാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി എന്ന് പഠിച്ച്, നിങ്ങൾ പഠിക്കുമ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. കൈ നീട്ടിപ്പിടിച്ച് ഇപ്പുറത്തൊരു മുസ്ലിം ആയിരിക്കും, ഇപ്പുറത്തൊരു ക്രിസ്ത്യൻ ആയിരിക്കും, പുറകിൽ നമ്മളെ ആക്കിക്കൊണ്ടിരിക്കും ഒരു ഹിന്ദു ആയിരിക്കും, കുഞ്ഞു കുട്ടിക്കൂട്ടിലേക്കും അസംബ്ലിയിൽ. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു ചാനലിൽ വന്ന് പറയുകയാണ് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കിയെന്ന്. അപ്പോൾ എന്ത് ചെയ്തു ഇയാൾ? നമ്മുടെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ്റെ പേരെന്ത് ഇപ്പം കിട്ടുന്നില്ല, എന്തെങ്കിലും ആവട്ടെ, ആ അങ്ങേരും ഉടനെ പറഞ്ഞു ഞാനും കൊടുക്കുന്നു, കോപ്പി കാറ്റ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പറയണം തോന്നി, കോപ്പി കാറ്റ്. അങ്ങനെ ആദ്യം കിട്ടിയ കാശൊക്കെ സഞ്ചിയിലിട്ടുകൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ പറയുന്നത് എനിക്ക് കിട്ടിയ പൈസ മുഴുവൻ ഞാൻ നമ്മളുടെ ആർമിക്ക് കൊടുക്കും, നമ്മളുടെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അതാണ്. പിന്നെ എൻ്റെ പ്രിയൻ, ഏതെങ്കിലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല ഇന്ത്യൻ കളിക്കാർക്ക്, ആ ട്രോഫി മേടിക്കേണ്ടതാണെന്ന് പറഞ്ഞു. ആഭ്യന്തര മന്ത്രിയാണ് വന്നിരിക്കുന്നത് പാകിസ്ഥാൻ്റെ. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ചോര വീഴ്ത്തുവാൻ വേണ്ടി മുന്നിൽ നിന്ന് ഓർഡർ കൊടുക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന്, ഞാൻ മാന്യ വ്യക്തി എന്നൊന്നും പറയില്ല, അത് അവരുടെ രാജ്യത്തിൻ്റെ കാര്യം, അത് അവർ നടന്നോട്ടെ, അദ്ദേഹത്തിൽ നിന്ന് ആത്മാഭിമാനമുള്ള ഒരു ഭാരതീയനും ട്രോഫി മേടിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.